ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ ടുഡേ. അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. രാവിലെ എണീച്ചപ്പാട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ അതിൻ്റെ ശേഷം എൻ്റെ 95 ഡ്രിങ്ക് കുടിക്കും. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ ഗ്രീൻ ടീ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ എനിക്ക് വെജിറ്റബിൾസ് ഇല്ല, മാഗിയും പിന്നെ ഒരു പൂങ്ങിയ മുട്ടയും പിന്നെ കാപ്പിയും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഞാനൊരു 10-10:30 അങ്ങനെ ആകുമ്പോൾ ഒരു സാധനം ഇട്ടു. എനിക്ക് ഒന്നും കഴിഞ്ഞില്ല ഗൈസ്, നടുവേദന ഭയങ്കര. പീങ്ങി കൊണ്ടുവന്നത് അതൊന്നേ കൊണ്ടുവന്നേ. ഇതാ എന്താണ് സാധനം, എന്താ ഇത്? ക്രോസൻറ്റ് പിസ്റ്റാച്ചോ കുനാഫ അങ്ങനെ എന്തോ ഇതാ പേര് കാണിക്കാം. എത്താപ്പുന്ന ഒരു ഗ്രീൻ കളർ ഇതാ ക്രോസൻറ്റും പിസ്റ്റാച്ചോ കുനാഫ. നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം എങ്ങനെയാണെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കത്രിക എടുക്കട്ട് ഓപ്പൺ ആക്കട്ടെ. ഇത് ഒന്നേ കൊണ്ടുവന്നേ കേട്ടോ. അത് ഓൾ പ്ലെയിനിൽ കൈക്കട്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടാ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പ്ലേറ്റും എടുത്തിട്ട് വെച്ചിന്. എന്താണ് സംഭവം അറിയണ്ടേ എങ്ങനെയാണ്? ഇതാ ഇങ്ങനെയാണ് സംഭവം, കണ്ടോ? അതൊന്നേ ഉണ്ടായിരുന്നു നീളത്തിൽ വെച്ചിട്ട്. കണ്ടോ? ഇനി നമുക്കിത് ഹാഫാക്കാം, നോക്കാം എങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് സംഭവം നോക്കണ്ടേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ ഇതാ ഒരു പച്ച കളർ കാണണ്ടോ, ഗ്രീൻ കളർ കാണുന്നുണ്ട്. നമ്മളെ ഈ ക്രീം ബന്നെല്ലാം ഉണ്ടാകുന്നില്ലേ, അതേ സാമ്പിൾ ക്രീം ബൻ കുറച്ച് അങ്ങനെയല്ലേ, അതിൽ വൈറ്റ് കളറാണ്, ഇതിൽ ഗ്രീൻ കളറാണ്. നമുക്ക് നോക്കാം. ടേസ്റ്റ് കഴിക്കുമ്പോൾ ഒപ്പിക്കാം, അത്രയും വരാമെങ്കിലും. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ക്രീം ബന്നെല്ലാം ഉണ്ടാകുന്നില്ലേ അതുപോലെ അതിൽ കുറച്ച് അധികം ക്രീം ഉണ്ടാവും. ഇല്ല ഞാൻ അങ്ങനെ കാണുന്നില്ല, കുറച്ച് മസാല കുറവാണ്, എന്നാലും ഒപ്പിക്കാം. അങ്ങനെ ഞാൻ അത് കഴിച്ചു. എന്താ ഓപ്പൺ ആക്കുമ്പോൾ ഫുള്ളില്ല, കുറച്ചേലും ബാക്കിയെല്ലാം ബൺ പിന്നെ ഓയിലി ഉണ്ട് കുറച്ച് അങ്ങനെ. അപ്പം ഞാൻ അത് കഴിക്കട്ടെട്ടാ. അത്രയും മസാല അതിൻ്റെ ഉള്ളിൽ, ഫീലിങ്സ് കുറച്ചില്ല. ലഞ്ചിന് ഉച്ചക്ക് പറഞ്ഞാൽ നല്ല വെള്ളരിക്ക പുളിശ്ശേരി, കൈപ്പക്ക വറവ്, നല്ല ഉള്ളി ചെറിയൊരു ഗ്രേവി പോലെ ആക്കിയതാണ്. അങ്ങനെ നല്ല ഉച്ചക്ക് നല്ല സാപ്പാട് കഴിച്ചു. വെള്ളരിക്ക കറി കുറേ ആക്കാത്തത്, അന്ന് ഓണത്തിന് അപ്പോഴേക്ക് തേങ്ങ ഉണ്ടായിട്ടാണ്, അതുകൊണ്ടൊന്നും അങ്ങനെ വെച്ചിന്. പക്ഷേ ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ട് കൂട്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നല്ല വൃത്തിയിൽ ഉച്ചക്ക് സാപ്പാട് കഴിച്ചു. അല്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ഞാൻ ഇതാ കഴിക്കാനായിട്ടത്. പിങ്കി എയർപോർട്ടിൽ മീൻസ് വരുന്ന സമയത്ത് ഏട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതും മറ്റത്. അപ്പോൾ ഇതിനുള്ളിൽ 2 എടുത്തില്ല, 6 അതായത് ബോക്സ് കാണിക്കുന്നത് 6 പീസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എടുത്തത്, സാമ്പിൾ വൈകുന്നേരം ചായക്ക് വേണ്ടി. ഇപ്പോൾ ഇതിൽ 4 2 കഴിച്ചിട്ടാ. നമ്മളെ കപ്പ് കേക്ക് ഉണ്ടല്ലേ, സെയിം അതുപോലെ അതന്നെ കേക്ക് തന്നെ സംഭവം. വൈകുന്നേരം പീടികയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ടാകുമ്പോൾ ഞാൻ പപ്സ് വാങ്ങിച്ചിന് 3, നമുക്ക് 3 കഴിക്കാം. അങ്ങനെ ചായക്ക് ഞാൻ കാപ്പി വെച്ചു, പിന്നെ ഒരു പപ്സും പിന്നെ പിങ്ങി കൊണ്ടുവന്ന കപ്പ് കേക്കും, അത് 3 കൂട്ടിയിട്ട് മീൻസ് 2 ഇതും തോന്നിയിട്ട് പിന്നെ കാപ്പിയും കുടിച്ചു. അപ്പോൾ അതിന് രാത്രി ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കില്ല. അപ്പോൾ ദെൻ ഓക്കെ ബൈ ബൈ.